നിങ്ങളുടെ ലൈഫ് ഞാൻ പറയുന്ന പോലെയാണോ എന്ന് നോക്കുക. ജനുവരി ആവുന്നു, നിങ്ങൾ ഫുള്ളി പംപ്ഡ് ആവുന്നു, ഒരുപാട് ഗോൾസൊക്കെ എഴുതി വയ്ക്കുകയാണ്. ദെൻ ഫെബ്രുവരി ആകുമ്പോൾ ആ എഴുതി വെച്ചതിലൊക്കെ കുറച്ചൊക്കെ പൊടി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ആൻഡ് മാർച്ച് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവമേ ഓർമ്മ ഉണ്ടാവില്ല. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ ഗോൾസ് അല്ല, പകരം നിങ്ങളെല്ലാം കൂടി ഒറ്റയടിക്ക് അങ്ങോട്ട് ചേഞ്ച് ചെയ്യാൻ നോക്കുന്നതാണ്, അതും ഒരു സ്ട്രക്ചറും ഇല്ലാതെ. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് 5 ഡിഫറെൻറ്റ് കാറ്റഗറീസിലായിട്ടുള്ള 26 സിമ്പിൾ റൂൾസ് ആണ്. ആൻഡ് ഈ 5 ഏരിയാസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ 5 പില്ലേഴ്സ് പോലെയാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് റൂൾസ് എല്ലാം വളരെ ഈസിയാണ്. ആക്ച്വലി ഇത് ഫോളോ ചെയ്യാതിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ലൈഫ് കൂടുതൽ ഹാർഡായിട്ട് മാറുന്നത്. 26 റൂൾസ്, 5 പില്ലേഴ്സ്, 1 ഇയർ. നിങ്ങളൊരു ബെറ്റർ വേർഷനായിട്ട് മാറാനുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിതിൽ നിന്ന് കിട്ടും. Let's get started. Hello friends, it's me your brother and welcome back to another great episode. ഞാനിന്ന് പറയാൻ പോകുന്നത് രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുക, ഐസ് ബാത്ത്, ഡ്രീംസ് മാനിഫെസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ബിക്കോസ് അതൊന്നും കൂടുതൽ ആളുകൾക്കും ഫോളോ ചെയ്യാനായിട്ട് പറ്റില്ല. ജോലി തിരക്കുണ്ടാവും, പഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഞാൻ പറയുന്നത് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ആൻഡ് ഏതൊരാൾക്കും റിയൽ ആയിട്ട് അവരുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പറ്റുമെങ്കിൽ ഒരു നോട്ട്ബുക്കും പെന്നും എടുക്കുക, എന്നിട്ട് ഈ റൂൾസ് എഴുതി വയ്ക്കുക. ബിക്കോസ് ഇത് നിങ്ങൾ ഓർത്തിരുന്നേ പറ്റൂ. പില്ലർ 1, ബോഡി, ദ ഫൗണ്ടേഷൻ ഓഫ് എവറിത്തിങ്. ആദ്യം നമുക്ക് എല്ലാവരും ഇഗ്നോർ ചെയ്യാറുള്ള എന്നാൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിൽ നിന്ന് തുടങ്ങാം. നിങ്ങളുടെ ശരീരം, ബോഡി. ഗാർബേജ് പോലെ കിടക്കുന്നൊരു ബോഡി വെച്ച് നിങ്ങൾക്ക് ഒരിക്കലും നല്ലൊരു ലൈഫ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇവിടെ ഫോളോ ചെയ്യേണ്ട 5 റൂൾസ്. നമ്പർ 1, മൂവ് ഫോർ 30 minutes എവറി സിംഗിൾ ഡേ. ഞാൻ പറയുന്നത് ഡെയിലി വർക്കൗട്ട് ചെയ്യണം, ജിമ്മിൽ പോകണം എന്നൊന്നും അല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് നടക്കാൻ പോയാൽ മതി. അല്ലെങ്കിൽ റൂമിൽ കയറി പാട്ടിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഡാൻസ് കളിക്കുക, അല്ലെങ്കിൽ പെറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെറ്റിൻ്റെ കൂടെ കളിക്കാം. നിങ്ങളുടെ ബോഡി ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ ദെൻ അത് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. 30 minutes നോൺ നെഗോഷ്യബിൾ. ആൻഡ് ഇതിന് സമയമില്ല എന്ന് പറയുന്നവരോട് ഫോണിൽ കുറേ നേരം ഇരുന്ന് കളിച്ചിരിക്കുന്നില്ലേ, അതൊന്നൊരു 30 minute എടുത്താൽ മതി. ഐ നോ ഇറ്റ് ആൻഡ് യു നോ ഇറ്റ്. ലെറ്റ്സ് ബി ഓണസ്റ്റ്. നമ്പർ 2, ഡ്രിങ്ക് വാട്ടർ ബിഫോർ യു ഡ്രിങ്ക് എനിത്തിങ് എൽസ്. നിങ്ങളൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം കുടിക്കേണ്ടത് വെള്ളമാണ്. നോട്ട് കോഫി, നോട്ട് ടീ, നോട്ട് ജ്യൂസ്, ജസ്റ്റ് വാട്ടർ. അറ്റ്ലീസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. കാരണം ശരീരം 6-8 മണിക്കൂർ നേരം വെള്ളം കിട്ടാതെ കിടക്കുകയാണ്. അത് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ടാവും. എല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ആവണമെങ്കിൽ ലൈക്ക് യുവർ ബ്രെയിൻ, യുവർ എനർജി, യുവർ സ്കിൻ, യുവർ മൂഡ്, ഇതൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ആവണമെങ്കിൽ ദെൻ ഹൈഡ്രേറ്റഡ് ആവണം. ഈ ഒറ്റ കാര്യം തന്നെ നല്ലൊരു ചേഞ്ച് കൊണ്ടുവരും. നമ്പർ 3, ഈറ്റ് 1 വെജിറ്റബിൾ വിത്ത് യുവർ ബിഗ്ഗസ്റ്റ് മീൽ. നിങ്ങളൊരു സസ്യബുക്ക് ആവുന്ന വേണ്ട കേട്ടോ, ബട്ട് ഡെയിലി 3 നേരം ഭക്ഷണം കഴിക്കുമല്ലോ, ആ ഓരോ മീലിൻ്റെയും കൂടെ ഒരു വെജിറ്റബിൾ കഴിക്കാം ഇഫ് യു ക്യാൻ. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ ബർഗറോ മന്തിയോ ബിരിയാണിയോ എന്താണെന്ന് വെച്ചാൽ കഴിച്ചോ, ബട്ട് അതിൻ്റെ കൂടെ ഒരു വെജിറ്റബിൾ കൂടി ആഡ് ചെയ്യുക. ഇത് പെർഫെക്ഷന് വേണ്ടിയിട്ടൊന്നുമല്ല, ബട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ ബോഡിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നമ്പർ 4, ഗെറ്റ് എ 7 hours ഓഫ് സ്ലീപ്പ് മിനിമം വിത്ത് എ കൺസിസ്റ്റൻറ്റ് ബെഡ് ടൈം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന്, പക്ഷേ നിങ്ങൾ മിസ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. എത്ര നേരം ഉറങ്ങി എന്നുള്ളത് മാത്രമല്ല, എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആണ് എന്നുള്ളത് കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നിങ്ങളുടെ ബോഡിക്ക് റൂട്ടീൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങാൻ പോവുക, ഒരേ സമയത്ത് എഴുന്നേൽക്കുക. ഈവൻ വീക്കെൻഡ്സിലാണെങ്കിൽ പോലും അത് നിങ്ങളുടെ ലൈഫ് കുറേ കൂടി ഈസിയാക്കും. നമ്പർ 5, ടേക്ക് ദ സ്റ്റെയർസ് വെനെവർ യു ഹാവ് ദ ഓപ്ഷൻ. ഇത് ലിഫ്റ്റ് ഡെയിലി യൂസ് ചെയ്യുന്നവർക്കുള്ളതാണ് കേട്ടോ. സ്റ്റെയർ അവൈലബിൾ ആണെങ്കിൽ ദെൻ സ്റ്റെയറിൽ കയറി പോവുക. അതെന്തായാലും കുറച്ച് സെക്കൻഡ്സ് ഒക്കെ കൂടുതൽ എടുക്കുന്നുണ്ടാവുള്ളൂ ആൻഡ് കൂടുതൽ കലോറീസും ബേൺ ചെയ്യാൻ പറ്റും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ലിഫ്റ്റിൽ നിൽക്കുമ്പോൾ ഓക്വേർഡായിട്ട് നമ്മൾ ഐ കോണ്ടാക്റ്റ് അവോയ്ഡ് ചെയ്യാറില്ലേ, അത് ഒഴിവാക്കാനായിട്ട് പറ്റും. ആൻഡ് അതുപോലെ തന്നെ അത് നിങ്ങളെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ ലൈഫിൽ ഹാർഡ് ചോയ്സസ് എടുക്കാനായിട്ട് റെഡി ആയിട്ടുള്ള ഒരാളാണ് എന്ന്. പില്ലർ നമ്പർ 2, മൈൻഡ്, യുവർ മെൻ്റൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ശരീരം നിങ്ങളുടെ ഫൗണ്ടേഷൻ ആണെങ്കിൽ മനസ്സാണ് അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആൻഡ്രോയിഡും iOS ഒക്കെ പോലെ നമ്മുടെ ശരീരത്തെ റൺ ചെയ്യുന്നത് നമ്മളുടെ മനസ്സാണ്. അതിനൊരു പവർഫുൾ ടൂളായിട്ട് ട്രീറ്റ് ചെയ്യുക. Let's talk about rules here. Number 6, start your day without your phone for the first 30 minutes. എന്തിനാണ് രാവിലെ എഴുന്നേറ്റ് ഉടനെ പോയിട്ട് ഫോൺ എടുത്ത് നോക്കി നിങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രമല്ല കണ്ടവരുടെ ഒക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് കയറ്റി വിടുന്നത്, എന്നിട്ട് വെറുതെ ആവശ്യമില്ലാത്ത ടെൻഷനും ആൻസൈറ്റിയും. ഇറ്റ്സ് നോട്ട് എ ഗുഡ് വേ ടു സ്റ്റാർട്ട് യുവർ ഡേ. ഒരു അരമണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യുക. രാവിലെ എഴുന്നേറ്റ് ഒന്ന് ബ്രഷൊക്കെ ചെയ്ത് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് 1-2 സ്ട്രെച്ചിങ് ഒക്കെ ചെയ്ത് കുറച്ച് നേരം ഒന്ന് കാമായിട്ടിരിക്കുക. സിറ്റ് വിത്ത് യുവർ ഓൺ തോട്ട്സ് ഓൺ യുവർ മോർണിംഗ്. നമ്പർ 7,
റീഡ് 10 pages ഓഫ് എ ബുക്ക് എവറി ഡേ. 10 പേജ് വായിക്കാം, ദാറ്റ്സ് ഇറ്റ്. കുറേ മണിക്കൂറുകൾ നേരം ഒന്നും ഇരിക്കേണ്ട, ഒരു 10 പേജ് വായിച്ചാൽ മതി. എല്ലാ ദിവസവും നിങ്ങളിങ്ങനെ ചെയ്താൽ ഒരു വർഷം കൊണ്ട് ഏകദേശം 15 ബുക്സ് വായിച്ചു തീർക്കാനായിട്ട് പറ്റും. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വായിച്ചോളൂ. ഫിക്ഷൻ ആവാം, നോൺ ഫിക്ഷൻ ആവാം, വാട്ട് എവർ, ജസ്റ്റ് റീഡ് സംതിങ്. ആൻഡ് സ്റ്റാർട്ടിങ്ങിൽ ഡെയിലി 2-3 പേജ് വായിക്കുക, പിന്നെ അത് 5-6 ആക്കുക, ദെൻ ഗ്രാജുവലി 10 ആക്കി എടുത്താൽ മതി. ആൻഡ് നമ്പർ 8, പ്രാക്ടീസ് 5 minutes ഓഫ് സൈലൻസ് ഓർ മെഡിറ്റേഷൻ. നിങ്ങളുടെ മനസ്സ് കണ്ടിന്യൂസ്ലി റൺ ആയിക്കൊണ്ടേയിരിക്കുമോ? കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ചിന്തകൾ, റാൻഡമായിട്ട് വരുന്ന പാട്ടുകൾ, ഡിന്നറിന് എന്ത് കഴിക്കും, എക്സെട്ര. സോ എന്ത് ചെയ്യുക, ഒരു 5 മിനിറ്റ് നേരം സൈലൻ്റ് ആയിട്ട് കണ്ണടച്ചിരിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, ക്വയറ്റ് ആയിട്ടിരിക്കുക, കണ്ണടയ്ക്കുക, ദെൻ നിങ്ങളുടെ ബ്രീത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാം. അതിന് പ്രത്യേകിച്ച് ആപ്പ് ഒന്നും യൂസ് ചെയ്യണം എന്നില്ല. ജസ്റ്റ് ബ്രീത്ത് ആൻഡ് ഫോക്കസ് ഓൺ ദാറ്റ് ബ്രെത്ത്. ആൻഡ് ഇഫ് എനി പെർട്ടിക്കുലർ ആപ്സ് ക്യാൻ ഹെൽപ്പ്, യു ക്യാൻ യൂസ് ഇറ്റ്. നമ്പർ 9, ലേൺ 1 new thing എവറി വീക്ക്. എല്ലാ ആഴ്ചയിലും എന്തെങ്കിലും ഒന്ന് പുതിയതായിട്ട് പഠിക്കാം. ബട്ട് ഒരു കോഴ്സ് എടുക്കണം, ഡിഗ്രി എടുക്കണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇതുവരെ അറിയാത്ത എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാം. അത് ചെറുതാവാം, വലുതാവാം. ഒരു പുതിയ വാക്കായിരിക്കാം, ഒരു ഫാക്റ്റ് ആയിരിക്കാം, എങ്ങനെ ഒരു സംഭവം വർക്ക് ആവുന്നു എന്നുള്ളത് മനസ്സിലാക്കലായിരിക്കാം, ഒരു സ്കില്ലാവാം. നമ്മൾ ക്യൂരിയസ് ആയാൽ അത് നമ്മളുടെ മൈൻഡിനെ ഷാർപ്പാക്കും ആൻഡ് ലൈഫ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവും. സ്പെൻഡ് 1 hour, ദാറ്റ്സ് ഇറ്റ്. സോ ഒരു വർഷം ആകുമ്പോഴേക്കും അറൗണ്ട് 52 പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇസ്n't that amazing? നമ്പർ 10, റൈറ്റ് ഡൗൺ 3 things you are grateful for twice a week. ഗ്രാറ്റിറ്റ്യൂഡ് ഒരു വൂ കൺസെപ്റ്റ് ഒന്നുമല്ല. ഗ്രേറ്റ്ഫുൾ ആകുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും ഫോക്കസ് ചെയ്യുക, അല്ലാതെ ചുറ്റും നടക്കുന്ന റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല. സോ ആഴ്ചയിൽ 2 പ്രാവശ്യം നിങ്ങൾക്ക് നന്ദിയുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫിലുള്ള ഏതെങ്കിലും നല്ല 3 കാര്യങ്ങളൊന്ന് എഴുതി വയ്ക്കാം. ആൻഡ് എഴുതുമ്പോൾ ഒറ്റ വാക്കിലൊന്നും എഴുതരുത് കേട്ടോ. ലൈക്ക് ഫാമിലി, ഫുഡ്, ഹെൽത്ത്, ഇങ്ങനെയല്ല 1-2 സെൻറ്റൻസ് ആയിട്ട് എഴുതുക. സ്പെസിഫിക് ആവുക, ഡീറ്റെയിൽഡ് ആവുക. പില്ലർ നമ്പർ 3, മണി. ഫൈനാൻഷ്യൽ ഫ്രീഡം സ്റ്റാർട്ട്സ് വിത്ത് സ്മോൾ ഡിസിഷൻസ്. പൈസ കൊടുത്ത് സന്തോഷം വാങ്ങാനൊന്നും പറ്റില്ല, പക്ഷേ പൈസ ഇല്ലാതെ കഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല. സോ പൈസയുടെ കാര്യത്തിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് നമുക്ക് നോക്കാം. നമ്പർ 11, സേവ് 10% ഓഫ് എവറി സിംഗിൾ പേ ചെക്ക് ഓട്ടോമാറ്റിക്കലി. ബാക്കി എത്രയുണ്ട് എന്ന് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഓർമ്മ വരുമ്പോൾ മാത്രം സേവ് ചെയ്യുക, അങ്ങനെയൊന്നും ആവരുത്. ഓട്ടോമാറ്റിക്കായിട്ട് പൈസ സേവ് ആവണം. നിങ്ങൾക്ക് സാലറി കിട്ടുന്ന ദിവസത്തേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ സാലറിയിൽ നിന്ന് 10% നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവണം. അല്ലെങ്കിൽ ഗോൾഡിലോ മ്യൂച്വൽ ഫണ്ടിലോ അങ്ങനെ എന്തിലെങ്കിലുമൊക്കെ അത് സേവ് ചെയ്ത് വെക്കണം. 10% എന്നത് ഒരു ഫിക്സഡ് ആയിട്ട് പറഞ്ഞതൊന്നുമല്ല കേട്ടോ. അതിൽ കൂടുതൽ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സേവ് ചെയ്യാം. ഇനിയിപ്പോൾ 10% പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു 5% സേവ് ചെയ്യുക. ബിക്കോസ് അത് നിങ്ങളൊരു ഹാബിറ്റാക്കി മാറ്റണം. ദാറ്റ്സ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. റൂൾ നമ്പർ 12, ട്രാക്ക് യുവർ എക്സ്പെൻസസ്. നിങ്ങൾ ഡെയിലി എത്ര രൂപ ചിലവാക്കുന്നുണ്ട്, അതെന്തിനൊക്കെയാണ് ചിലവാക്കുന്നത് എന്നൊക്കെ ട്രാക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്കിൽ എഴുതി വയ്ക്കാം, അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും മൊബൈൽ ആപ്പ് യൂസ് ചെയ്യാം. ഞാൻ മൊബൈൽ ആപ്പാണ് യൂസ് ചെയ്യാറ്, അത് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ബിക്കോസ് ദാറ്റ്സ് മോർ ഈസി ആൻഡ് കൺവീനിയൻറ്റ്. അങ്ങനെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്കൊരു അവയർനെസ് വരും. ഡെയിലി സ്പെൻഡ് ചെയ്യാറുള്ള ചെറിയൊരു എമൗണ്ട് ആയിരിക്കും കൂടി മാസാവസാനമാകുമ്പോൾ കുറേ പൈസയായിട്ട് കിടക്കുന്നുണ്ടാവുക. റൂൾ നമ്പർ 13, വെയിറ്റ് 48 hours ബിഫോർ എനി ബിഗ് പർച്ചേസ്. ഒറ്റ മൈൻഡിൽ തീരുമാനം എടുത്തിട്ട് വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അതോർത്ത് ദുഃഖിച്ചിരിക്കുന്നവരുണ്ടാവും. ഇമ്പൾസായിട്ട് പർച്ചേസ് ചെയ്യുന്നത് ഒരിക്കലും ഒരു നല്ല ഹാബിറ്റ് അല്ല. സോ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനം വാങ്ങിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ പറ്റുമെങ്കിൽ 2 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യുക. അങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ കേട്ടോ, 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടും നിങ്ങൾക്കത് വേണം എന്ന് തോന്നുകയാണെങ്കിൽ ദെൻ വാങ്ങിക്കാം. ബട്ട് മിക്ക സമയത്തും നിങ്ങളത് മറന്നു പോയിട്ടുണ്ടാവും. ശരിക്കും നമുക്കത് ആവശ്യമില്ലാത്ത ചിലവുകളായിരിക്കും. ഈ ഒരൊറ്റ ചേഞ്ച് തന്നെ നിങ്ങൾക്ക് കുറേ പൈസ സേവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. റൂൾ നമ്പർ 14, ഇൻവെസ്റ്റ് ഇൻ 1 സ്കിൽ ദാറ്റ് ഇൻക്രീസ് യുവർ ഏർണിംഗ് പൊട്ടൻഷ്യൽ. നിങ്ങൾ എത്രത്തോളം വാല്യൂ കൊടുക്കുന്നോ അത്രത്തോളം പൈസ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ നിങ്ങളെ കൂടുതൽ വാല്യുബിൾ ആക്കാനായിട്ട് എന്ത് സ്കില്ലാണ് നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത് എന്ന് നോക്കുക. ചിലപ്പോൾ അതൊരു സോഫ്റ്റ്വെയർ പഠിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യുക എന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് ആയിരിക്കാം. ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക, അതിൽ നിങ്ങളുടെ പൈസയും സമയവും ഇൻവെസ്റ്റ് ചെയ്യുക, ആൻഡ് പിന്നത് നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. റൂൾ നമ്പർ 15,
റിവ്യൂ യുവർ സബ്സ്ക്രിപ്ഷൻസ് എവറി 3 months. നമ്മൾ ഒരുപാട് സർവീസുകൾക്ക് മാസാമാസം പൈസ കൊടുക്കാറുണ്ടാവും. OTT പ്ലാറ്റ്ഫോംസ്, മ്യൂസിക് ആപ്സ്, മെമ്പർഷിപ്സ്, ജിംസ് ദാറ്റ് യു ഡോണ്ട് യൂസ് എക്സെട്ര. ഓരോ 3 മാസം കൂടുമ്പോഴും നിങ്ങളിതുപോലെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ളത് എന്തിനൊക്കെയാണ് എന്നൊന്ന് നോക്കുക. ബിക്കോസ് ചിലപ്പോൾ നിങ്ങളത് മേ ബി ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവില്ല, ബട്ട് സ്റ്റിൽ പൈസ പോകുന്നുണ്ടാവും. സോ അങ്ങനെ ഉപയോഗിക്കാത്ത സർവീസുകൾ കാണുകയാണെങ്കിൽ അതൊക്കെ ഡീആക്ടിവേറ്റ് ചെയ്യാം. പില്ലർ നമ്പർ 4, റിലേഷൻഷിപ്സ്. ദ ക്വാളിറ്റി ഓഫ് യുവർ ലൈഫ് ഈസ് ദ ക്വാളിറ്റി ഓഫ് യുവർ റിലേഷൻഷിപ്സ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ലോകത്തുള്ള മുഴുവൻ പൈസയും സക്സസ്സും ഒക്കെ ഉണ്ടാവും, ബട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്സ് ലോക പരാജയമാണെങ്കിൽ ദെൻ ലൈഫ് ഭയങ്കര മിസറബിൾ ആയിരിക്കും. സോ റിലേഷൻഷിപ്സിലുള്ള കുറച്ച് റൂൾസ് നോക്കാം. റൂൾ നമ്പർ 16, ടെക്സ്റ്റ് ഓർ കോൾ 1 friend per week ജസ്റ്റ് ടു ചെക്ക് ഇൻ. ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക. എല്ലാ ആഴ്ചയിലും സെയിം പേഴ്സൺ അല്ല, ഓരോ ആഴ്ചയിലും ഡിഫറെൻറ്റ് പേഴ്സൺ. ഒരാവശ്യം വരുമ്പോൾ മാത്രം കോൺടാക്റ്റ് ചെയ്യാതെ ഇടയ്ക്കൊക്കെ ചുമ്മാ മെസ്സേജ് ചെയ്യാം, ജസ്റ്റ് ടു കീപ്പ് ഇൻ ടച്ച്. നെഗ്ലക്റ്റ് ചെയ്യുമ്പോഴാണ്, അവോയ്ഡ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും റിലേഷൻഷിപ്സ് ബ്രേക്ക് ആവുന്നത്. സോ 1 person per week. അപ്പോൾ ഒരു വർഷം നിങ്ങൾക്ക് ഏകദേശം 52 ഫ്രണ്ട്സിന് മെസ്സേജ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്സ് നമ്മൾ ലോങ് ടൈമിലേക്ക് കൊണ്ടുപോകുന്നത്. റൂൾ നമ്പർ 17, ഹാവ് 1 real conversation with your partner or family member daily. എല്ലാ ദിവസവും നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പറുടെ അടുത്തോ ഒരു റിയൽ കോൺവെർസേഷൻ നടത്തുക. എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷം? സുഖം, ഇങ്ങനെ ചോദിച്ച് നിർത്തല്ലാതെ റിയൽ ആയിട്ടുള്ള കോൺവെർസേഷൻ, ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കാം. അബൌട്ട് ഹൗ യു ഫീൽ, അബൌട്ട് യുവർ ഡ്രീം, അബൌട്ട് യുവർ വെറീസ് എക്സെട്ര. ടോക്ക്. റൂൾ നമ്പർ 18, സേ നോ ടു അറ്റ്ലീസ്റ്റ് 1 social obligation per month. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റി എന്ന് വരില്ല. ഇൻവൈറ്റ് ചെയ്ത എല്ലാ പാർട്ടികൾക്കൊന്നും പോകാൻ കഴിഞ്ഞു എന്ന് വരില്ല. നിങ്ങളുടെ എനർജിയും സമയവും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളോട് നോ പറയുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമാണ് കിട്ടുന്നത്. സോ എല്ലാ കാര്യങ്ങളോടും ചാടിക്കയറി യെസ് പറയാതെ വേണ്ടെങ്കിൽ നോ എന്ന് തന്നെ പറയാം. റൂൾ നമ്പർ 19, അപ്പോളജൈസ് വിത്തിൻ 24 hours വെൻ യു മെസ് അപ്പ്. നമുക്ക് എന്തായാലും മിസ്റ്റേക്സ് പറ്റും. യു ആർ ഗോയിങ് ടു മെസ് അപ്പ്. നിങ്ങൾ ചിലപ്പോൾ ഒരു തെറ്റായ കാര്യം പറയാം, എന്തെങ്കിലും കാര്യം മറന്നു പോവാം, നിങ്ങളുടെ മൂഡ് മോശമായതുകൊണ്ട് അത് വേറൊരാളുടെ അടുത്ത് തീർത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ 24 മണിക്കൂറിനുള്ളിൽ അപ്പോളജൈസ് ചെയ്യാം, സോറി പറയാം. അതിങ്ങനെ കുറേ ദിവസത്തേക്ക് വലിച്ചു കൊണ്ടുപോകാൻ നിൽക്കരുത്. സോറി പറയുന്നത് ശരിക്കും ഒരു മാജിക്കലായിട്ടുള്ള കാര്യം തന്നെയാണ്. യൂസ് ദം. റൂൾ നമ്പർ 20, സെലിബ്രേറ്റ് അതർ പീപ്പിൾസ് വിൻസ് ലൈക്ക് ദേ ആർ യുവർ ഓൺ. ജലസി ഒരു പോയിസണാണ്. നിങ്ങൾക്കറിയാവുന്ന ഒരാൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടി, വെയിറ്റ് കുറച്ചു, വീട് വാങ്ങി, എന്തെങ്കിലും നല്ലത് സംഭവിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളും സന്തോഷിക്കുക. മറ്റൊരാളുടെ വിജയം നിങ്ങളുടെ വിജയത്തെ നശിപ്പിക്കൊന്നുമില്ല. സോ മറ്റുള്ളവരുടെ സക്സസ് കൂടി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. ദാറ്റ് എനർജി കംസ് ബാക്ക് ടു യു. പില്ലർ നമ്പർ 5, ഗ്രോത്ത്. ബിക്കമിങ് ദ പേഴ്സൺ യു ആർ കേപ്പബിൾ ഓഫ് ബീയിങ്. ഇവിടെയാണ് എല്ലാം കൂടി ജോയിൻ ആവുന്നത്. ഗ്രോത്ത് ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ, ഇറ്റ് ഈസ് എ ഡയറക്ഷൻ. അതിനുള്ള റൂൾസ് നോക്കാം. റൂൾ നമ്പർ 21, ഡു 1 thing that scares you every month. കംഫോർട്ടുള്ള സ്ഥലത്ത് നിങ്ങളുടെ ഡ്രീംസ് മരിക്കും. മാസത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് പേടിയുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് മാറ്റിവെക്കുക. മേ ബി എ ഡിഫിക്കൽട്ട് കോൺവെർസേഷൻ, ട്രൈങ് സംതിങ് ന്യൂ. അങ്ങോട്ട് ചെയ്യുക. അതന്നെ നിങ്ങളെ കംഫോർട്ട് സോണിനെ എക്സ്പാൻഡ് ചെയ്യണം. നിങ്ങൾക്ക് ഏറ്റവും പേടിയുള്ള 12 കാര്യങ്ങൾ ഈ വർഷം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. റൂൾ നമ്പർ 22, റിവ്യൂ യുവർ ഗോൾസ് ഓൺ 1st and 15th ഓഫ് എവറി മന്ത്. നിങ്ങൾക്കൊരു ടാർഗറ്റിനെ ഹിറ്റ് ചെയ്യണമെങ്കിൽ ദെൻ നിങ്ങളുടെ കണ്ണും മനസ്സും അവിടെ തന്നെ വേണം. സോ മാസത്തിൽ 2 പ്രാവശ്യം 1-ാം തീയതിയും 15-ാം തീയതിയുമായിട്ട് ഒരു 10 minutes ഒന്നിരിക്കുക. എന്നിട്ട് നിങ്ങൾ എഴുതി വെച്ച ഗോൾസൊക്കെ ഒന്ന് എടുത്ത് നോക്കുക, വായിക്കുക, അതിനെപ്പറ്റി ചിന്തിക്കുക. നിങ്ങൾ കറക്റ്റ് ട്രാക്കിൽ തന്നെയാണോ പോകുന്നത്, എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് എഴുതി വെച്ച ലക്ഷ്യങ്ങൾ റിയാലിറ്റി ആയിട്ട് മാറുന്നത്. റൂൾ നമ്പർ 23, ക്വിറ്റ് 1 thing ദാറ്റ്സ് ഡ്രെയിനിങ് യു. എല്ലാതൊന്നും നിങ്ങൾ ചിലപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ അതൊരു ഹോബി ആയിരിക്കാം, ഒരു സൈഡ് പ്രൊജക്റ്റ് ആയിരിക്കാം, എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം. നിങ്ങൾ കൂടുതലായിട്ട് ഡ്രെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ശരിക്കും മാറ്റർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പേസ് ഉണ്ടാക്കാം. റൂൾ നമ്പർ 24, ക്രിയേറ്റ് സംതിങ് എവറി വീക്ക്. മനുഷ്യന്മാരെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഫുൾ ടൈം കൺസ്യൂം ചെയ്യാനല്ല. ആഴ്ചയിൽ ഒരു ദിവസം എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. റൈറ്റ് സംതിങ്, ഡ്രോ സംതിങ്, കുക്ക് സംതിങ്, ബിൽഡ് സംതിങ്, ഫിലിം സംതിങ്. അതൊക്കെ ഭയങ്കര അടിപൊളിയാവണം എന്നൊന്നുമില്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാവണം എന്നുമില്ല. ജസ്റ്റ് ക്രിയേറ്റ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവും ചുമ്മാ കുറേ നേരം തോണ്ടിക്കൊണ്ടിരിക്കാനല്ല ഞാനിവിടെ ഉള്ളത് എന്ന്. റൂൾ നമ്പർ 25, ആസ്ക് ഫോർ ഹെൽപ്പ് വെൻ യു നീഡ് ഇറ്റ്.
നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. സോ സ്ട്രഗിൾ ചെയ്യുമ്പോൾ സഹായം ചോദിക്കുക. ഒരു ഫ്രണ്ടിനോട്, ഒരു പ്രൊഫഷണലിനോട്, നിങ്ങളുടെ പാർട്ട്ണറോട് സഹായം ചോദിക്കുന്നത് ഒരിക്കലും ഒരു വീക്ക്നെസ് അല്ല, ഇറ്റ്സ് വിസ്ഡം. റൂൾ നമ്പർ 26, അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് മന്ത് റൈറ്റ് ഡൗൺ വൺ തിങ് യു ആർ പ്രൗഡ് ഓഫ്. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുന്നതൊക്കെ നമുക്ക് ഭയങ്കര ഓർമ്മയായിരിക്കും, പക്ഷേ നല്ലത് ചെയ്തതൊന്നും ഓർമ്മയേ ഉണ്ടാവില്ല. സോ എല്ലാ മാസവും അവസാനം നിങ്ങൾക്ക് ശരിക്കും പ്രൗഡായൊരു മൊമെൻറ്റിനെ കുറിച്ചിട്ട് എഴുതുക. നിങ്ങളുടെ അച്ചീവ്മെൻ്റ് ആവാം, യുവർ ട്രൈ, സർവൈവൽ, എനിത്തിങ് യു ആർ പ്രൗഡ് ഓഫ്. അങ്ങനെ ഡിസംബർ ആകുമ്പോഴേക്കും നിങ്ങളുടെ പ്രോഗ്രസിൻ്റെ 12 റിമൈൻഡേഴ്സ് അവിടെ ഉണ്ടാവും, ഈവൻ വെൻ ഇറ്റ് ഡസൻറ്റ് ഫീൽ ലൈക്ക് ഇറ്റ്. സോ യെസ്, ഇതാണ് നമ്മളുടെ 26 റൂൾസ്, 5 pillars, 1 year ahead of you. ആൻഡ് സീ ഗൈസ്, നിങ്ങളിതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നൊന്നുമില്ല. ചില ദിവസങ്ങളിൽ സ്കിപ്പ് ചെയ്യും, ചിലപ്പോൾ മറക്കും, ചിലപ്പോൾ പഴയ പാറ്റേണിലേക്ക് തന്നെ തിരിച്ച് വരാം. ദാറ്റ്സ് ഫൈൻ, ദാറ്റ്സ് ബീങ് ഹ്യൂമൻ. പെർഫെക്ഷൻ അല്ല നമ്മളുടെ ഗോൾ, പകരം നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതിൽ പറഞ്ഞതിൻ്റെ പകുതി റൂൾസ് തന്നെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ ഡെഫിനറ്റ്ലി അത് ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരും. ആൻഡ് ഇതൊക്കെ മാജിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സോ നിങ്ങൾക്ക് ചലഞ്ച് തരാം. ഇതിൽ നിന്ന് ഏതെങ്കിലും 5 റൂൾസ് ഇപ്പോൾ സെലക്ട് ചെയ്യുക, ഓരോ പില്ലേഴ്സിൽ നിന്നും ഓരോ റൂൾ വെച്ചിട്ട്. ആൻഡ് അടുത്ത 30 ദിവസത്തേക്ക് ഈ 5 റൂൾസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാനായിട്ട് കമ്മിറ്റ് ആവുക. ജസ്റ്റ് 5 for 30 days ആൻഡ് സീ വാട്ട് ഹാപ്പൻസ്. സോ വീഡിയോ നിങ്ങളാർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.